അമേരിക്കക്കെതിരെ വാളെടുത്ത് ഖത്തർ. ഒടുവിൽ ട്രംപ് നിലപാട് മാറ്റുകയും ചെയ്തു. വിഷയം ഇതാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പുരോഗതിയില്ലാതിരിക്കുകയും ഉറച്ച നിലപാട് ഇറാൻ കൈവരിക്കുകയും ചെയ്തതോടുകൂടി ലോക മാധ്യമത്തിന് മുൻപിലും രാഷ്ട്രങ്ങൾക്ക് മുമ്പിലും അപഹാസ്യരായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കക്കുണ്ടായി. അപ്പോ ഇതിനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ആണവ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ തങ്ങൾ ആ പ്രവർത്തനം ചെയ്യും എന്ന് ഇതിനോടനുബന്ധിച്ച് പറയുകയും ചെയ്തു. ഇതിന് ഖത്തർ ബേസായിട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ കേന്ദ്രം അൽ ഉദൈദ എയർബേസ് ഉപയോഗിക്കും എന്ന് ചില മീഡിയകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൃത്തങ്ങളോ പറഞ്ഞതാണ് ഖത്തറിനെ ചൊടിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആണ് ദോഹയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൽ ഉദൈദ എയർബേസ്. ഇവിടെ വെച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് പുറത്തു വന്നത്. അതോടനുബന്ധിച്ച് ഖത്തർ വളരെ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞു. തങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതും അതിന് അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം ഖത്തർ അമേരിക്കയോട് തീർത്ത് പറഞ്ഞു. ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ ആഘാതമായി. ഖത്തർ പോലെയുള്ള ഒരു കുഞ്ഞു രാജ്യം അമേരിക്കയെ പോലെയുള്ള വൻ ശക്തിയുള്ള രാജ്യത്തോട് കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അമേരിക്കയുടെ സൈനികരെ ഖത്തറിൽ നിന്ന് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നുള്ള പരാമർശം കൂടി അതിന്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്തതോടുകൂടി വലിയ രീതിയിൽ അമേരിക്ക പ്രതിസന്ധിയിലായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇറാഖിനെ ആക്രമിച്ച പോലെയുള്ള അറബ് മേഖല ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായി. അതിനപ്പുറമായ രീതിയിൽ അമേരിക്കയും ഖത്തറും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അത് സൗഹൃദ ബന്ധങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും അതോടൊപ്പം തന്നെ സൈനിക ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈനികർ കുടുങ്ങിയ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്ക ഖത്തറിന്റെ സഹായമാണ് തേടിയത്. താലിബാൻ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തതോടനുബന്ധിച്ച് 25,000-ഓളം അമേരിക്കൻ സൈനികരെങ്കിലും ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധിയുടെ അപ്പുറമുള്ള പ്രതിസന്ധിയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായത്. ആ സമയത്ത് താലിബാനുമായി സൗഹൃദ ബന്ധം നിലനിർത്തുന്ന ഖത്തർ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ജോ ബൈഡൻ അന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തന്നെ നേരിട്ടാണ് പറഞ്ഞത്. അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത നിന്നുകൊണ്ട് ഒരു അമേരിക്കൻ സൈനികർ പോലും താലിബാന്റെ വെടിയേറ്റ് മരിക്കാതെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചത് ഖത്തറിന്റെ ഇടപെടൽ മൂലമാണ്. അവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ നേരെ ഖത്തറിൽ വന്നു. ഖത്തറിൽ നിന്നാണ് ന്യൂയോർക്കിലേക്ക് ഈ സൈനികരൊക്കെ മടങ്ങിപ്പോയത്. ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോവാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ് ഖത്തർ തങ്ങളോട് ചെയ്തത് എന്ന് ബൈഡൻ അതിന് പ്രതികരിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള സഹായം ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഔദ്യോഗികപരമായി തന്നെ അമേരിക്ക പറഞ്ഞത് ആദ്യമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന് ശേഷം പിന്നെയും അമേരിക്കയെ യഥാർത്ഥത്തിൽ ഖത്തർ സഹായിച്ചിട്ടുണ്ട്. അത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയമായിരുന്നു. 6ഓളം അമേരിക്കൻ പൗരന്മാർ ഇറാന്റെ കൈവശത്തിലായിരുന്നു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി $6 ബില്യൺ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിഷയം ഉണ്ടായിരുന്നു. അത് പിന്നെ 600 ബില്യൺ ആണെന്ന് പറഞ്ഞു. സംഖ്യയുടെ കാര്യത്തിൽ തന്നെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സാമ്പത്തിക ഇടപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനോടനുബന്ധിച്ച് മാത്രമേ ഈ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി അനുവദിക്കുകയുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ കാര്യത്തിൽ ഇറാനുമായിട്ട് സൗഹൃദ ബന്ധമുള്ള ഖത്തർ ആ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്കക്കും ഖത്തറിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുകയും സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങൾ അമേരിക്ക ഖത്തറിന് നൽകി, ഖത്തർ അത് ഇറാന് നൽകി, ഇറാൻ അമേരിക്കയുടെ പൗരന്മാരെ ഖത്തറിന് നൽകി, ഖത്തർ ആ പൗരന്മാരെ അമേരിക്കക്ക് നൽകുകയും ചെയ്ത ഒരു വലിയ സംഭവം ജോ ബൈഡന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക പ്രതിസന്ധിയാകുന്ന സമയത്ത് വളരെ സൗഹൃദം നിലനിർത്തുന്ന രാജ്യങ്ങളായിരിക്കുന്ന ഖത്തർ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ നിലപാടിനനുസരിച്ച് ഖത്തർ നിൽക്കും എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു പ്രയോഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലാണ് ഉദൈദ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വന്നത്.
ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓരോരോ നിലപാടും കൃത്യമായി തന്നെ പറഞ്ഞു. ഇറാനുമായിട്ട് വലിയ സൗഹൃദവും വലിയ ബന്ധങ്ങളും ഖത്തർ എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ വിഷയകാര്യങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ചൈന ഇടപെട്ടുകൊണ്ട് ഇറാന്റെയും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ഖത്തർ അതിന് സാക്ഷ്യം വഹിച്ച രാജ്യമാണ്. അതിന്റെ പേര് കാര്യങ്ങളൊന്നും പിന്നീട് അതിന്റെ കൂടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ എല്ലാ ഘട്ടങ്ങളിലും മധ്യസ്ഥ ചർച്ച വഹിച്ച് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ച രാജ്യം ഖത്തർ തന്നെയാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇസ്രായേലിനും വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അപ്പോ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയ സമയത്ത് രണ്ടു കൂട്ടരും ഒരു ഇടവേളയിൽ മാറി നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഫലസ്തീന്റെ പ്രതിനിധികളും ഇസ്രായേലിന്റെ പ്രതിനിധികളും അമേരിക്ക മാത്രം നടത്തുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. കാരണം ഇതെവിടെ എത്തില്ല എന്നുള്ള അറിയാം. ഏതായിരുന്നാലും ഈ ഫലസ്തീൻ പങ്കെടുക്കില്ല എന്ന് ഉറപ്പാണ്. ഫലസ്തീൻ പങ്കെടുക്കാത്ത ഒരു മധ്യസ്ഥ ചർച്ച കൊണ്ട് പരിഹാരമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്രായേലും ആദ്യഘട്ടത്തിലുള്ള ചർച്ചയിൽ വിട്ടുനിന്നു. പിന്നീടാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ ചർച്ച വന്നതോടുകൂടിയാണ് അതിലേക്ക് അമേരിക്ക പ്രതിനിധികളെ മധ്യസ്ഥരായിട്ട് അയക്കുകയും ഈജിപ്ത് അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലുമൊക്കെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഏകദേശം പൂർണ്ണത ഉണ്ടായത്. ഇത് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇറാനുമായിട്ട് സൗഹൃദത്തോടു കൂടി പോകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് താല്പര്യമുണ്ട്. വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഇറാന് താല്പര്യമില്ല. കാരണം എല്ലാ കാലത്തും ബദ്ധശത്രുവായിട്ട് തന്നെയാണ് അമേരിക്ക ഇറാനെ കണ്ടത്, ഇറാൻ അമേരിക്കയും കണ്ടത്. അവർ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളും ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകളായി. ഈ നയതന്ത്ര ബന്ധം ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സൈനികപരമായിരിക്കുന്ന ശക്തി നേടാൻ വേണ്ടി ഇറാൻ സാധിച്ചത്. കാരണം ഒരു കരാർ വ്യവസ്ഥയിലും അവർ ഒപ്പിട്ടിട്ടില്ല. ആണവായുധ കരാർ വ്യവസ്ഥ, ആണവായുധ നിർവ്യാപന കരാർ വ്യവസ്ഥയിലൊന്നും ഇറാൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാനും അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കാനും വളരെ എളുപ്പത്തിൽ സാധിച്ചു. UN സഭയുടെ പ്രതിനിധികൾക്ക് പോലും ഈ കരാർ വ്യവസ്ഥയിൽ ഇറാൻ ഒപ്പിടാത്തത് കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ട്രംപ് ഇറാനുമായിട്ട് സൗഹൃദത്തിന് വേണ്ടി അവിടുത്തെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിക്ക് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചർച്ചയാവാം, ഞങ്ങൾ അതിന് തയ്യാറാണ്, നമ്മൾക്ക് ഒരു സമാധാനപരമായ രീതിയിലുള്ള ഫോർമുലയുമായിട്ട് മുന്നോട്ട് പോവാം, വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നാട്ടിലെ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുത്തണം എന്നൊരു ഉപദേശവും കൂടി അതിന്റെ കൂടെ കൊടുത്തു എന്ന് പറയുന്നു. ഇറാനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഉള്ളടക്കങ്ങളും ആശയങ്ങളും പുറത്തുപോയി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. അതിന് ഇറാൻ പ്രതികരിച്ചു. ഞങ്ങൾക്ക് നിർദ്ദേശവും ഉപദേശവുമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ട്, അതിനനുസരിച്ച് തന്നെ നീങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ട് അത് ആദ്യം ഇല്ലാതാക്കുക, അവരുടെ ആണവായുധ സംവിധാനങ്ങൾ തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അതിനുശേഷം നമുക്കാവാം എന്നുള്ള രീതിയിലുള്ള മറുപടി പറഞ്ഞതോടുകൂടി അമേരിക്ക ആകെ വെട്ടിൽ വീണു, പ്രതിസന്ധിയിലായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന് അനുകൂലമായിരിക്കുന്ന നിലപാട് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയാണ് ഏറെക്കുറെ ഇറാന്റെ ആണവ കേന്ദ്രം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കും എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക മാറുന്നത്. അങ്ങനെ വന്ന സമയത്താണ് അത് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള ഈ ദുരന്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അത് വിലയിരുത്തുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അറേബ്യൻ മേഖല കിട്ടുകയാണെങ്കിൽ അതാണ് സുഖം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മേഖലയുടെ അൽ-ഉദൈദ് മേഖലയുടെ പരാമർശങ്ങൾ അവിടെ ഉണ്ടായത്. അപ്പൊ തന്നെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വാളെടുത്ത് ഖത്തർ പുറത്ത് ചാടിക്കൊണ്ട് അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള നിങ്ങളുടെ എയർബേസ് അടച്ചുപൂട്ടുമെന്നും രാജ്യം വിട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അമേരിക്കൻ സൈനികർക്ക് ഉണ്ടാകുന്ന തരത്തിൽ തങ്ങൾ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുമെന്നും കരാർ വ്യവസ്ഥ മുഴുവനും അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ ശക്തമായിരിക്കുന്ന വാഗ്വാദങ്ങൾ ഖത്തറിന്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി അമേരിക്ക ആ കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ മിതത്വം പാലിക്കുകയും പിന്നീട് ഇറാനെക്കുറിച്ച് പരാമർശം പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ നയത്തിനും നിലപാടിനുമെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ഇതൊന്നും മുൻപ് കാലങ്ങളിൽ ഇല്ലാത്തതാണ്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നയത്തിനും നിലപാടിനും സമീപനത്തിനും അനുസരിച്ച് എല്ലാ കാലത്തും പിന്തുണ നൽകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പൊ ചെറിയ രാജ്യങ്ങൾ പോലും അമേരിക്കയോട് തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാടുകൾ പറയാൻ തുടങ്ങി. ഇത് അമേരിക്കക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയായി. അതുകൊണ്ടാണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ പോലും പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്ക ചെങ്കടലിൽ പ്രതിസന്ധിയാകുന്നത്. മറ്റൊരു രാജ്യവും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതും ആരും പിന്തുണ നൽകുന്നില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇറാന് നേരെ ഖത്തറിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഖത്തർ യഥാർത്ഥത്തിൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്.